ഹായ്, എൻ്റെ പേര് ഇർഫാൻ അലി. ഐ ആം എ മെസ്സഞ്ചർ ഓഫ് ഗോഡ്. നിങ്ങൾ ഒരിക്കലും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മുഴുവനായും കേൾക്കണം. ഖുർആനിലെ 105-ാമത്തെ അധ്യായം ആന. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്നേ വരെ ഈ ലോകത്ത് നടന്നിട്ടില്ല. ഇത് നടക്കാൻ പോകുന്നത് ഈ വർഷം ഡിസംബർ 30 രാത്രി കൃത്യം 11:43 ഈ അധ്യായത്തിലെ ആദ്യത്തെ വചനം, ആനയുടെ കൂട്ടരോട് നിന്റെ രക്ഷിതാവ് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നീ കണ്ടില്ലേ. ഇതിൻ്റെ അബ്ജദ് വരുന്നത് 1437. നമ്മൾ ഇന്ന് കാണുന്ന നമ്പർ സിസ്റ്റം ഉപയോഗിക്കുന്നതിന് മുന്നേ ഓരോ അറബിക് ലെറ്റേഴ്സിനും നിശ്ചിത മൂല്യങ്ങൾ ഉണ്ടാക്കി സംഖ്യകളായി ഉപയോഗിക്കുന്ന രീതി പണ്ടുണ്ടായിരുന്നു. ഇതിനെയാണ് അബ്ജദ് ന്യൂമറൽസ് എന്ന് പറയുന്നത്. ഹീബ്രു, സാൻസ്ക്രിറ്റ് ഭാഷകളൊക്കെ തന്നെ ഇതുപോലെയുള്ള നമ്പർ സിസ്റ്റം പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഹീബ്രു ന്യൂമറൽസിലെ 400 വരെയുള്ള അക്കങ്ങൾ അബ്ജദ് ന്യൂമറൽസിന് ഈക്വലാണ്. അതായത് അലഫ് മുതൽ താവ് വരെ. ഇതാണ് അബ്ജദ് ന്യൂമറൽസ്. ദിസ് ഈസ് മൈ നെയിം ഇൻ അറബിക്. എൻ്റെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും സ്റ്റാർട്ട് ചെയ്യുന്നത് ഹായിലാണ്, അലിഫിലോ ഐനിലോ അല്ല. ഈ അധ്യായത്തിലെ ആദ്യ വചനത്തിൻ്റെ സംഖ്യാമൂല്യത്തിൻ്റെ കൂടെ എൻ്റെ പേരിൻ്റെ സംഖ്യാമൂല്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1824, അതായത് 19 × 96. ഈ അധ്യായം ഖുർആനിലെ 19-ാമത്തെ റെവലേഷനാണ്. ഇതിൽ ടോട്ടൽ 96 അറബിക് ലെറ്റേഴ്സ് ഉണ്ട്. ഈ അധ്യായത്തിലാകെ 5 വചനങ്ങളാണുള്ളത്. 5 × 19 95. 95ൻ്റെ ക്രോസും 14. ഇതിലെ ആദ്യ വചനത്തിന് ശേഷം ഖുർആൻ്റെ അവസാനത്തെ അധ്യായം വരെ 47 വചനങ്ങളുണ്ട്. ഈ 2 നമ്പർ നമ്മൾ കോൺകാറ്റിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1447, അതായത് നമ്മുടെ ഈ കറണ്ട് ഇപ്പോക്ക് അവസാനിക്കുന്ന വർഷം. ഇനി ഈ അധ്യായത്തിൽ ബാക്കി 4 വചനങ്ങളുടെ ടോട്ടൽ അബ്ജദ് വാല്യൂ 4033, ക്രോസം 10. ഇനി ഈ 4 വചനങ്ങളിലെ ടോട്ടൽ അറബിക് വരുന്നത് 16, ക്രോസം 7. അതായത് ഹിജ്റ വർഷം 1447 റജബ് മാസം 10 നീണ്ട 5700 വർഷത്തെ ഈ കറണ്ട് ഇപ്പോക്ക് ഇവിടെ അവസാനിക്കും. മാത്തമാറ്റിക്കലി സ്പീക്കിംഗ് 5700 19 × 300, അതായത് 2025 ഡിസംബർ 30 4-ാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഈ യുഗം, കലിയുഗമോട് അവസാനിക്കും. ഈ അധ്യായത്തിൻ്റെ പേര് ആന എന്നാണ്. കലിയുഗത്തിൻ്റെ പ്രതീകമാണ് ആന. ആരാണ് ഈ ആനയുടെ കൂട്ടർ? കഅബ പൊളിക്കാൻ വന്ന അബ്രഹത്തിൻ്റെ ആർമിയെ പറ്റിയിട്ടാണ് ദൈവം പറയുന്നത്. ഖുർആനിൽ എവിടെയും തന്നെ അത്തരത്തിലുള്ളൊരു സ്റ്റോറി നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അത്തരമൊരു സംഭവം പണ്ട് നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ദൈവം ഖുർആനിൽ അത് ഉൾപ്പെടുത്തുമായിരുന്നു. ദൈവം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, മാ ഫർറത്ന ഫിൽ കിതാബി മിൻ ഷൈഇ, ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ല. ഈ കെട്ടുകഥകൾ അത്രയും തന്നെ വരുന്നത് ഇവരുടെ ഹദീസുകളിൽ നിന്നും എക്സജസിസുകളിൽ നിന്നുമാണ്, അതായത് ഇവരുടെ തഫ്സീറുകൾ. ഏറ്റവും നല്ല ഹദീസും തഫ്സീറും ദൈവം നമുക്ക് ഇറക്കി തന്നിട്ടുണ്ട്. അതാണ് ഖുർആൻ. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്. ദൈവം നിങ്ങൾക്ക് ഏറ്റവും നല്ല ഹദീസ് ഇറക്കി തന്നിരിക്കുന്നു. ദൈവം ഒന്നും തന്നെ പുറത്തേക്ക് മാറ്റി വെച്ചിട്ടില്ല. എല്ലാ കാര്യത്തിനുള്ള വിശദീകരണം ഖുർആനിൽ തന്നെയുണ്ട്. വലാ യാതൂനക ബിമസലിൻ ഇല്ലാ ജിനാക ബിൽ ഹഖ് വ അഹ്സന തഫ്സീറ. അവർ നിന്റെ അടുക്കൽ ഒരു ഉപമയും കൊണ്ടുവരില്ല, നാം നിനക്ക് സത്യവും ഏറ്റവും നല്ല വിശദീകരണവും കൊണ്ടുവന്നിട്ടല്ലാതെ. ഏറ്റവും നല്ല വിശദീകരണം അഹ്സനൽ തഫ്സീർ. ദൈവം നമുക്ക് ഏറ്റവും നല്ലൊരു എക്സ്പ്ലനേഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആരാണ് ഈ ആനയുടെ കൂട്ടർ? അധികാരം കൈയാളുന്ന ആളുകൾ, ബാങ്കേഴ്സ്, കോർപ്പറേറ്റ്സ്, പൊളിറ്റീഷ്യൻസ്, നിങ്ങളുടെ മതനേതാക്കന്മാർ, ഉസ്താദുമാർ, തങ്ങന്മാർ, യു നെയിം ദം. ഇവരാണ് ആനയുടെ ആളുകൾ. അല്ലാതെ ഇതൊരിക്കലും തന്നെ കഅബ പൊളിക്കാൻ വന്നിട്ടുള്ള അബ്രഹയുടെ ആർമിയെ പറ്റിയിട്ടോ അത്തരം സ്റ്റോറി ഒന്നുമല്ല. ദേ ആർ ലൈങ് ടു യു. ഖുർആനിൽ എവിടെയും തന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള സ്റ്റോറി കാണാൻ സാധിക്കില്ല. ഈ അധ്യായത്തെ പറ്റി നിങ്ങളുടെ ഉസ്താദുമാരോട് തങ്ങന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണെന്ന്. വൈദാ ഖീല ലഹും മാദാ അൻസല റബ്ബുക്കും ഖാലു അസാത്തീറുൽ അവ്വലീൻ. നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് ഇറക്കി തന്നത് എന്ന് അവരോട് ചോദിക്കപ്പെട്ടാൽ അവർ പറയും പൂർവികരുടെ കഥകൾ എന്ന്. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എക്സജസിസുകൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഇവർ പറയുന്നത് കള്ളമാണെന്ന്. ഖുർആനിലെ 6-ാമത്തെ അധ്യായം 116-ാമത്തെ വചനം, ഭൂമിയിലുള്ളവരിൽ അധിക പേരെയും നീ വിശ്വസിക്കുന്നതായാൽ അവർ നിന്നെ ദൈവത്തിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയും. അവർ അനുമാനത്തെ പിന്തുടരുകയും ഊഹിക്കുകയും മാത്രമാണ് ചെയ്യുന്നത്. ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടിപ്പിന് മുന്നേ തന്നെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഖുർആനിലെ പല കാര്യങ്ങളും ദൈവം നമ്മോട് പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത്. ന്യായവിധിയുടെ ദിവസം ദൈവത്തിൻ്റെ ദൂതൻ ഖുർആനിൽ പറയുന്നുണ്ട്, യാ റബ്ബി ഇന്ന കൗമി എത്തഹദു ഹാദൽ ഖുർആന മഹജൂറ. എൻ്റെ നാഥ, എൻ്റെ ജനങ്ങൾ ഈ ഖുർആനെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരിക്കലും തന്നെ ഹാദൽ ഖുർആന വസുന്ന മഹജൂറ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഖുർആനിൽ എവിടെയും തന്നെ നിങ്ങൾക്ക് സുന്നത്തു നബി അല്ലെങ്കിൽ സുന്നത്തു റസൂൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതൊക്കെ ഇവരുടെ ഇന്നോവേഷൻസാണ്, ഇവരുണ്ടാക്കിയെടുത്ത സംഗതികളാണ് ഇതൊക്കെ.
എന്തിനു വേണ്ടി? ആളുകളെ എൻസ്ലേവ് ചെയ്യാൻ വേണ്ടി. ദൈവത്തിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തെറ്റിച്ച് കളയാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയെടുത്ത സംഗതികളാണ് ഈ പറയുന്ന സുന്നത്തുൻ നബി, സുന്നത്തു റസൂൽ. ഖുർആനിൽ എവിടെയും തന്നെ നിങ്ങൾക്ക് സുന്നത്തുൻ നബി എന്നോ സുന്നത്തു റസൂൽ എന്നോ കാണാൻ സാധിക്കില്ല. സുന്നത്തില്ല എന്ന് മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. ദൈവത്തിൻ്റെ നടപടിക്രമം അത് തന്നെയാണ് ദൈവം നടപ്പിലാക്കാൻ പോകുന്നത്. എന്നാൽ നമ്മുടെ ശിക്ഷ കണ്ടപ്പോഴുള്ള അവരുടെ വിശ്വാസം അവർക്ക് ഫലം ചെയ്തില്ല. ദൈവത്തിൻ്റെ ദാസന്മാർക്കിടയിൽ മുന്നേ കഴിഞ്ഞുപോയ നടപടിക്രമം അത്രയത്. അവിടെയാണ് സത്യനിഷേധികൾ തോൽക്കാൻ പോകുന്നത്. 1447 ഹിജറ വർഷമാണ് ഇത് നടക്കാൻ പോകുന്നത്. അതായത് 2025. ഖുർആനിലെ 14-ാമത്തെ അധ്യായം 47-ാമത്തെ വചനം. ആയതിനാൽ ദൈവം തൻ്റെ ദൂതന്മാർക്ക് കൊടുത്ത വാക്ക് ലംഘിക്കുമെന്ന് നീ കരുതരുത്. നിശ്ചയമായും ദൈവം പ്രതാപശാലിയും പ്രതികാര നടപടി സ്വീകരിക്കുന്നവനുമാകുന്നു. വളരെയധികം പൈശാചിക പ്രവർത്തനങ്ങളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇന്ന് അധിക പേര്. ദൈവത്തെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്ന വളരെ ചുരുക്കം വരുന്ന മനുഷ്യരെ വളരെ ഹീനവും വഞ്ചനാപരവുമായ വഴികളിലൂടെ അവരുടെ തലത്തിലേക്ക് താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ. ഇതിങ്ങനെ തുടർന്നു പോകുമെന്ന് ഒരിക്കലും കരുതരുത്. ഉറപ്പായും ദൈവം അവരെ നശിപ്പിക്കാൻ പോവുകയാണ്. അവരുടെ തന്ത്രത്തെ അവൻ പിഴവിലാക്കി മാറ്റിയില്ലേ? അവർക്ക് നേരെ പക്ഷിക്കൂട്ടത്തെ അയക്കുകയും ചെയ്തു. ചുട്ടുപഴുത്ത കളിമൺ കല്ലുകൾ കൊണ്ട് അവരെ എറിയുന്നു. അങ്ങനെ അവരെ തിന്നപ്പെട്ട വൈക്കോൽ പോലെയാക്കി. ത്വയറന്ന ഭാവിയിൽ പക്ഷിക്കൂട്ടം. നമ്മൾ സാധാരണ കാണുന്ന പക്ഷികളെ കുറിച്ചിട്ടല്ല ദൈവം ഈ അധ്യായത്തിൽ പറയുന്നത്. സാധാരണ പക്ഷികൾക്ക് ഒരിക്കലും തന്നെ ഈ ചുട്ടുപഴുത്ത ക്ലേ സ്റ്റോൺസ് ക്യാരി ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സൗരയൂഥത്തിൻ്റെ പുറത്തു നിന്നുള്ള പക്ഷികളെ കുറിച്ചിട്ടാണ് ദൈവം ഇവിടെ പറയുന്നത്. കോമറ്റ്സ്, ധൂമകേതുക്കൾ. എന്തുകൊണ്ടാണ് ദൈവം ധൂമകേതുക്കളുടെ കൂട്ടം എന്ന് പറയാതെ പക്ഷിക്കൂട്ടം എന്ന് പറഞ്ഞത്? ബുദ്ധിയുള്ള മനുഷ്യർ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷികൾക്ക് ഭംഗിയുള്ള ടൈലുകളുണ്ട്, കോമറ്റുകൾക്കുണ്ട് ഭംഗിയുള്ള ടൈലുകൾ. ഒരു പ്ലാസ്മ ടൈലും ഒരു ഡസ്റ്റ് ടൈലും. സൂര്യൻ്റെ ഏറ്റവും അടുത്തെത്തുന്ന സമയത്താണ് ഈ കോമറ്റുകൾക്ക് ഈ 2 ടൈലുകൾ രൂപപ്പെടുന്നത്. ഇവ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന സമയം ചെറിയ കഷണങ്ങളായി വിഘടിക്കപ്പെടും. കാണുന്നവർക്ക് പക്ഷികൾ കല്ലെറിയുന്നത് പോലെ തോന്നും. ഇങ്ങനെയാണ് ദൈവം ഇവരെ നശിപ്പിക്കാൻ പോകുന്നത്. ഈ വരുന്ന ഡിസംബർ 30 രാത്രി കൃത്യം 11:43 നമ്മളിത് വിറ്റ്നസ് ചെയ്യും. ദൈവത്തിലും ഈ സന്ദേശത്തിലും വിശ്വസിക്കാത്തവരുടെ ടേം അന്ന് അവസാനിക്കും. ഡിസംബർ 30, ദാറ്റ് ഈസ് എ വെരി സ്പെസിഫിക് നമ്പർ. ഖുർആനിൽ ടോട്ടൽ 30 നമ്പറുകളെ പറ്റി ദൈവം പറഞ്ഞിട്ടുണ്ട്. കോമറ്റുകളുടെ വരവോടുകൂടി 44-ാമത്തെ അധ്യായം പുക. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇതേ സമയം സംഭവിക്കും. തീയും പുകയും കൊണ്ട് ദൈവം ഈ ലോകത്തെ ശുദ്ധീകരിക്കും. തിന്മ ചെയ്യുന്ന മനുഷ്യർ നശിപ്പിക്കപ്പെടും. ഖുർആനിലെ ഏറ്റവും അവസാനത്തെ റെവലേഷൻ ദൈവത്തിൽ നിന്നുള്ള വിജയവും തുടക്കവും വന്നെത്തിയാൽ ആളുകൾ കൂട്ടം കൂട്ടമായി ദൈവത്തിൻ്റെ മതത്തിലേക്ക് വരുന്നത് നീ കാണുകയും ചെയ്താൽ നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. നിശ്ചയമായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. ഇതിലെ ആദ്യത്തെ വചനം ദൈവത്തിൽ നിന്നുള്ള വിജയവും തുടക്കവും വന്നെത്തിയാൽ. ഇതിൻ്റെ അബ്ജദ് വരുന്നത് 1638 പ്ലസ് എൻ്റെ പേരിൻ്റെ അബ്ജദ് 2025. ശേഷം വരുന്ന വചനം ആളുകൾ കൂട്ടം കൂട്ടമായി ദൈവത്തിൻ്റെ മതത്തിലേക്ക് വരുന്നത് നീ കാണുകയും ചെയ്താൽ. സുവർണയുഗത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് ദൈവം പറയുന്നത്. ഇതിൻ്റെ അബ്ജദ് വരുന്നത് 1771 പ്ലസ് എൻ്റെ പേരിൻ്റെ അബ്ജദ് പ്ലസ് 1452 ഹിജറ വർഷം 3610, അതായത് 19 ഗുണിതം 190, 1452, അതായത് 2030. ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിക്കും. ഇനി ഈ 105-ാമത്തെ അധ്യായത്തെ നമുക്ക് പാസ്റ്റ് സൈനുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഏതാണ് ഈ പാസ്റ്റ് സൈൻ? ചന്ദ്രൻ പിളർക്കപ്പെട്ട സംഭവം. 1969 ജൂലൈ 20 ഈ സംഭവം നടന്നിട്ടുള്ളത്. 1969 ജൂലൈ 20 അപ്പോളോ 11 മിഷന്റെ ഭാഗമായി മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തുന്നത്. അന്ന് ചന്ദ്രോപരിതലം തുരന്ന് പാറയും മണ്ണുമായി കൃത്യം 54 മിനിറ്റ് 1 സെക്കൻഡിൽ ഈഗിൾ എന്ന പേരുള്ള ലൂണാർ മൊഡ്യൂൾ ചന്ദ്രനിൽ നിന്ന് വേർപെട്ടു. ഈ സംഭവത്തെയാണ് ഖുർആനിലെ 54-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വചനത്തിൽ ദൈവം പറയുന്നത്. എക്തറബത്തി സാഅത്തു വൻഷക്കൽ ഖമർ. അല്ലാതെ മുഹമ്മദ് ഒരിക്കലും തന്നെ ഈ ചന്ദ്രനെ പിളർത്തിയിട്ടില്ല. ഖുർആനാണ് ദൈവം മുഹമ്മദിന് കൊടുത്ത ഏറ്റവും വലിയ മിറാക്കിൾ. അതെല്ലാം നാം നിനക്ക് ഇറക്കി തന്ന അവർ കോതി കേൾപ്പിക്കപ്പെടുന്ന ഈ ഗ്രന്ഥം പോരുന്നുണ്ട്. നിശ്ചയമായും അതിൽ വിശ്വസിക്കുന്നവർക്ക് കാരുണ്യവും ഓർമ്മപ്പെടുത്തലും ഉണ്ട്. ഈ അധ്യായത്തിലെ ആദ്യത്തെ 5 വചനങ്ങളൊന്ന് നോക്കൂ. അന്ത്യസമയം അടുത്തു, ചന്ദ്രൻ പിളർന്നു. ദൃഷ്ടാന്തം കാണുമ്പോഴെല്ലാം അവർ തിരിഞ്ഞു കളഞ്ഞുകൊണ്ട് പറയും, തുടർച്ചയായ ജാലവിദ്യ എന്ന്. അവർ നിഷേധിച്ച് തള്ളുകയും തന്നിഷ്ടങ്ങളെ പിൻപറ്റുകയും ചെയ്തു.
എന്നാൽ എല്ലാ കാര്യവും തീരുമാനിക്കപ്പെട്ടതാണ്. വിട്ടുമാറി നിൽക്കേണ്ടത് ഏത് വാർത്തയിൽ നിന്നാണെന്ന് അവർക്ക് വന്നെത്തിയിട്ടുണ്ട്. വിപുലമായ ജ്ഞാനം, എന്നിട്ടും താക്കീതുകൾ ഫലം ചെയ്യുന്നില്ല. ഇവിടെ പിളർന്നു എന്നതിൻ്റെ അറബ് പദത്തിൻ്റെ സിമിലർ വെർഷൻ നമുക്ക് 80-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വചനത്തിൽ കാണാൻ പറ്റും. നിങ്ങൾ ഈ 3 വചനങ്ങളൊന്ന് വായിച്ചു നോക്കൂ. നാം മഴയെ ചൊരിച്ചുകൊണ്ട് പകർന്നു, ശേഷം നാം ഭൂമിയെ ഒരു പിളർത്തൽ പിളർത്തി, പിന്നെ നാം അതിൽ ധാന്യം മുളപ്പിച്ചു. ഈ രണ്ടും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഷക്കക്കനൽ അർബ് ഷക്കൽ കമ. ഇതിൻ്റെ അർത്ഥം നിഷേധികൾ പറയുന്നത് പോലെ മുഹമ്മദ് ചന്ദ്രനെ 2 കഷണങ്ങളാക്കി എന്നല്ല. ഇനി ഈ 54-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വചനത്തിന് ശേഷം ഖുർആനിൻ്റെ ഏറ്റവും അവസാനത്തെ അധ്യായം വരെ 1389 വചനങ്ങളുണ്ട്. 1389 ഹിജ്റ വർഷത്തിലാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തുന്നത്. അതായത് 1969 സോളാർ ഇയർ. ഇതിനെ നമുക്ക് മാത്തമാറ്റിക്കലി വെരിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ 3 ഡാറ്റകളുണ്ട്. 54 മിനിറ്റ് 1 സെക്കൻഡ് 1389. ഈ 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ 1444, അതായത് 19 ഗുണിതം 76. ഈ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 76 54-ാമത്തെ കോമ്പസിറ്റ് നമ്പറാണ്. 54-ാമത്തെ അധ്യായത്തിലാണ് ദൈവം ഈ പ്രോഫസിയെ പറ്റിയിട്ട് പറയുന്നത്. പാസ്റ്റ് ടെൻസിൽ പ്രൈസ് ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അറിവോടുകൂടിയല്ലാതെ ഒന്നും തന്നെ ഈ ലോകത്ത് സംഭവിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും രേഖാഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് എല്ലാ കാര്യവും തീരുമാനിക്കപ്പെട്ടതാണ്. വിട്ടുമാറി നിൽക്കേണ്ടത് ഏത് വാർത്തയിൽ നിന്നാണെന്ന് അവർക്ക് വന്നെത്തിയിട്ടുണ്ട്. വിപുലമായ ജ്ഞാനം, എന്നിട്ടും താക്കീതുകൾ ഫലം ചെയ്യുന്നില്ല. ഇനി ഇതിലെ ആദ്യ വചനത്തിൻ്റെ അബ്ജദ് വരുന്നത് 2098. അതിൻ്റെ അബ്ജദിൻ്റെ കൂടെ ഇത് നടന്ന ഹിജ്റ വർഷം, മാസം, ദിവസം, സമയം എന്നിവ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3553, അതായത് 19 ഗുണിതം 187 ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 19. ഖുർആനിലെ 74-ാമത്തെ അധ്യായം 30-ാമത്തെ വചനം തൊട്ട് 36-ാമത്തെ വചനം വരെ ഒന്ന് വായിച്ചു നോക്കൂ. അതിന്മേൽ 19 പേർ. നരകത്തിൻ്റെ മേൽനോട്ടക്കാരായി മലക്കുകളെ മാത്രമേ നാം നിശ്ചയിച്ചിട്ടുള്ളൂ. അവരുടെ സംഖ്യ സത്യനിഷേധികൾക്കൊരു പരീക്ഷണമാക്കി. വേദം നൽകപ്പെട്ടവർക്ക് ബോധ്യപ്പെടാനും വിശ്വാസികൾക്ക് വിശ്വാസം വർദ്ധിക്കാനും, വേദം നൽകപ്പെട്ടവരും സത്യവിശ്വാസികളും സംശയത്തിലകപ്പെടാതിരിക്കാനും, ഹൃദയങ്ങളിൽ രോഗമുള്ളവരും സത്യനിഷേധികളും ഈ ഉപമ കൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാനും, അപ്രകാരം ദൈവം അവൻ ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു. നിന്റെ രക്ഷിതാവിൻ്റെ സൈന്യത്തെ അവനല്ലാതെ അറിയുന്നില്ല. ഇത് മനുഷ്യർക്കുള്ള ഒരു ഉത്ബോധനം മാത്രമാകുന്നു. അല്ല, ചന്ദ്രനെ തന്നെയാണ്. രാത്രി പിന്നോട്ട് പോകുമ്പോൾ തന്നെയാണ്, പ്രഭാതം പുലരുമ്പോൾ തന്നെയാണ്. നിശ്ചയമായും ഇത് മഹത്തായ ഒന്ന് തന്നെ, മനുഷ്യരാശിക്കൊരു മുന്നറിയിപ്പ്. നദീറൻ ലിൽ ബഷർ. അന്ത്യനാളിൽ ആകാശത്തിൻ്റെ മറ നീക്കി ദൈവവും മലക്കുകളും പ്രത്യക്ഷപ്പെടുന്ന സമയം ദൈവത്തിൻ്റെ സിംഹാസനം 8 മലക്കുകൾ താങ്ങിയിരിക്കും. 8-ാമത്തെ പ്രൈം നമ്പറാണ് 19. നമ്മുടെ കയ്യിൽ 19 എല്ലുകളുണ്ട്. നമ്മുടെ റിസ്റ്റിൽ 8 എല്ലുകൾ. സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ റിലേറ്റീവ് പൊസിഷനിൽ തിരിച്ചെത്താൻ 19 കൊല്ലങ്ങൾ എടുക്കുന്നുണ്ട്. ഹെയ്ലീസ് കോമറ്റിൻ്റെ ഓർബിറ്റൽ പീരീഡ്. അങ്ങനെ ഒരുപാട് സൈനുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ചക്രവാളങ്ങളിലും അവരിൽ തന്നെയും നാം കാണിച്ചു കൊടുക്കും. ഇത് സത്യമാണെന്ന് അവർക്ക് ബോധ്യമാകുന്നത് വരെ. അതല്ല, നിന്റെ രക്ഷിതാവ് എല്ലാ കാര്യത്തിനും സാക്ഷിയാണെന്നുള്ളത് പോരുന്നുണ്ടോ? വ്യക്തമായ തെളിവുകളുമായിട്ടാണ് ദൈവം ദൂതന്മാരെ അയച്ചിട്ടുള്ളത്. ആയതിനാൽ ദൈവം തൻ്റെ ദൂതന്മാർക്ക് കൊടുത്ത വാക്ക് ലംഘിക്കുമെന്ന് നീ കരുതരുത്. നിശ്ചയമായും ദൈവം പ്രതാപശാലിയും പ്രതികാര നടപടി സ്വീകരിക്കുന്നവനുമാകുന്നു. 14-ാമത്തെ അധ്യായം 47-ാമത്തെ വചനം. ഇതിൻ്റെ അബ്ജദ് വരുന്നത് 3336. അതിൻ്റെ കൂടെ മൂൺ സ്പ്ലിറ്റ് ചെയ്ത വർഷം, ദിവസം, മാസം, സമയം, മെൻഷൻ ചെയ്ത അധ്യായം എല്ലാം കൂട്ടിയാൽ 4845, അതായത് 19 ഗുണിതം 255. ഇതിൻ്റെ കൂടെ കോമറ്റുകൾ വരാൻ പോകുന്ന വർഷം, ദിവസം, മാസം, സമയം, മെൻഷൻ ചെയ്ത അധ്യായം എല്ലാം കൂട്ടിയാൽ 4959, അതായത് 19 ഗുണിതം 261. ഈ 2 റിസൾട്ടിൻ്റെയും ഡിഫറൻസ് വരുന്നത് 114. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടേഴ്സിൻ്റെ ഡിഫറൻസ് 6. ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്, അതായത് 19 × 6. ഇനി അടുത്തത് നോക്കാം. സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായിട്ടല്ലാതെ നാം ദൈവദൂതന്മാരെ അയക്കുന്നില്ല. എന്നാൽ സത്യം നിഷേധിച്ചവരാകട്ടെ സത്യത്തെ തകർക്കാനായി അസത്യം കൊണ്ട് തർക്കിക്കുന്നു. എൻ്റെ ദൃഷ്ടാന്തങ്ങളെയും അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടതിനെയും അവർ പരിഹസിക്കുന്നു. 18-ാമത്തെ അധ്യായം 56-ാമത്തെ വചനം. ഇതിൻ്റെ ചാപ്റ്റർ നമ്പർ ആൻഡ് വേഴ്സ് നമ്പർ.
കോൺകാറ്റിനേറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ 3 സ്പ്ലിറ്റ് ചെയ്ത വർഷം, ദിവസം, മാസം, സമയം, മെൻഷൻ ചെയ്ത അധ്യായം പ്ലസ് അൽ ഖുർആൻ അൽ ഹക്കീമിൻ്റെ അബ്ജദ് വാല്യൂ ഇവ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 3857. അതായത് 19 ഗുണിതം 203. ഇനി അതിൻ്റെ കൂടെ കോമറ്റുകൾ വരാൻ പോകുന്ന വർഷം, ദിവസം, മാസം, സമയം, മെൻഷൻ ചെയ്ത അധ്യായം പ്ലസ് അൽ ഖുർആൻ അൽ ഹക്കീമിൻ്റെ അബ്ജദ് വാല്യൂ 492. കിട്ടുന്നത് 19 ഗുണിതം 209. നേരത്തെ നമുക്ക് കിട്ടിയതുപോലെ തന്നെ ഇവിടെയും വരുന്ന ഡിഫറൻസ് 114. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടേഴ്സിൻ്റെ ഡിഫറൻസും വരുന്നത് 6. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ 2 വചനങ്ങളിൽ നമ്മൾ ഉപയോഗിച്ച മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഡിഫറൻ്റ് ആണ്. ആദ്യത്തേതിൽ നമ്മൾ അബ്ജദ് എടുത്തു, രണ്ടാമത്തേതിൽ നമ്മൾ കോൺകാറ്റിനേഷൻ ചെയ്തു, പ്ലസ് ഒരു എക്സ്ട്രാ പാരാമീറ്ററും നമ്മൾ ഉപയോഗിച്ചു, അൽ ഖുർആൻ അൽ ഹക്കീം. എന്നാൽ പോലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് സെയിം തന്നെയാണ്. ഇനി അടുത്തത്, അവർ പറയുന്നു, എന്തുകൊണ്ടാണ് അവൻ്റെ രക്ഷിതാവിൽ നിന്ന് അവനൊരു ദൃഷ്ടാന്തം വന്നെത്താത്തത്? എന്നാൽ പറയുക, നിശ്ചയമായും അദൃശ്യം ദൈവത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കൂ, ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കുന്നതാണ്. ഇവിടെയും നമുക്ക് കിട്ടുന്ന റിസൾട്ട്സ് സെയിം തന്നെയാണ്. ഇനി അടുത്തത്, നമ്മുടെ വചനങ്ങൾ വ്യക്തമായ നിലയിൽ അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അവർ പറയും, നിങ്ങളുടെ പിതാക്കൾ ആരാധിച്ചു പോകുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണിവൻ. അവർ പറയുന്നു, ഇത് കെട്ടിച്ചമച്ച കഥയല്ലാതെ മറ്റൊന്നുമല്ല. നിഷേധിച്ചവർ സത്യം വന്നെത്തിയതിനു ശേഷം പറയുകയും ചെയ്തു, ഇത് വ്യക്തമായ ജാലവിദ്യ മാത്രമാണ്. 34-ാമത്തെ അധ്യായം 43-ാമത്തെ വചനം. ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ പുതിയൊരു പാരാമീറ്റർ കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. ബിസ്മില്ലാ അൽ റഹ്മാൻ അൽ റഹീം. ഇതിൻ്റെ അബ്ജദ് വരുന്നത് 786. മാത്രവുമല്ല, ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഇതിൽ 19 അറബിക് ലെറ്റേഴ്സ് ഉണ്ട്. ഇവിടെയും നമുക്ക് കിട്ടുന്ന റിസൾട്ട് സെയിം തന്നെയാണ്. ഇനി അടുത്തത്, ഏതൊരു ദൃഷ്ടാന്തം കൊണ്ടുവന്നാലും അവർ പരിഹസിക്കും. 37-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം. ഇവിടെ നമ്മൾ അൽ ഖുർആൻ്റെ അബ്ജദ് വാല്യൂ ഉപയോഗിച്ചിട്ടുണ്ട് 383. ഇവിടെയും നമുക്ക് കിട്ടുന്ന റിസൾട്ട് സെയിം തന്നെയാണ്. ഇനി അടുത്തത് ശ്രദ്ധിക്കാം, യാതൊരു രേഖയും വന്നെത്താതെ ദൈവത്തിൻ്റെ വചനങ്ങളിൽ തർക്കിക്കുന്നവർ ദൈവത്തിൻ്റെ അടുക്കലും വിശ്വസിച്ചവരുടെ അടുക്കലും അത് വെറുപ്പുളവാക്കുന്നു. അത് കാരണം ദൈവം ഓരോ അഹങ്കാരിയുടെയും സ്വേച്ഛാധിപതിയുടെയും ഹൃദയങ്ങൾക്ക് മുദ്ര വെക്കുന്നു. 40-ാമത്തെ അധ്യായം 35-ാമത്തെ വചനം. ഇവിടെ പുതിയൊരു പാരാമീറ്റർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, 1709. അന്ത്യനാളിന് മുന്നേയുള്ള പൂർണ്ണ ചന്ദ്രവർഷങ്ങൾ. അതായത് 1709 ഹിജ്റ വർഷം വരെ മനുഷ്യരാശി ഭൂമിയിൽ സർവൈവ് ചെയ്യും. 1710 മനുഷ്യരാശി കടക്കും, പക്ഷെ മുഴുവനാക്കില്ല. 1710 അവസാനിക്കുന്നതിന് മുന്നേ ലോകം അവസാനിക്കും. 1710 19 ഗുണിതം 90, അതായത് സോളാർ ഇയർ 2280, 19 ഗുണിതം 120. ഖുർആനിൽ ദൈവം പറയുന്നുണ്ട്, വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈഇൻ വഹുദാ വറഹ്മ വബുശ്റാ ലിൽ മുസ്ലിമീൻ. എല്ലാ കാര്യത്തിനുമുള്ള വിശദീകരണമായിട്ടും മാർഗദർശനമായിട്ടും കാരുണ്യമായിട്ടും സമർപ്പിക്കപ്പെട്ടവർക്ക് സന്തോഷവാർത്തയുമായിക്കൊണ്ടാണ് നാം ഈ ഗ്രന്ഥത്തെ ഇറക്കിയത്. മാ ഫർറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ. ഗ്രന്ഥത്തിൽ നിന്നും ഒന്നും തന്നെ നാം വിട്ടുപോയിട്ടില്ല. ഖുർആനിലെ 114 അധ്യായങ്ങളും പൂർണ്ണമായി നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും, അന്ത്യനാൾ അപ്രതീക്ഷിതമായി വരാൻ പോകുന്നത് സത്യനിഷേധികൾക്ക് മാത്രമായിരിക്കും. സത്യവിശ്വാസികൾ അന്ന് അത് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഖുർആനിലെ 47-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം. ഇനി അന്ത്യസമയം അപ്രതീക്ഷിതമായി വരാൻ മാത്രമാണോ അവർ കാത്തിരിക്കുന്നത്? എന്നാൽ അതിൻ്റെ അടയാളങ്ങളാകട്ടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതവർക്കിനി വന്നെത്തിയാൽ എങ്ങനെയായിരിക്കും ഓർമ്മപ്പെടുത്തൽ ഉപകാരപ്പെടുക? മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ നിന്നെല്ലാം ദൈവം അന്ത്യനാളിൻ്റെ സമയം മറച്ചുവെച്ചു. സാങ്കേതികമായി പരിഷ്കൃതമായ കാലഘട്ടത്തിലേക്കാണ് ദൈവം അതെല്ലാം മാറ്റിവെച്ചത്. കമ്പ്യൂട്ടറുകളുടെ വരവോടുകൂടി ഖുർആന്റെ സൈനുകൾ ദൈവം ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരാൻ തുടങ്ങി. ഖുർആനിലെ 27-ാമത്തെ അധ്യായം 82-ാമത്തെ വചനം. നമ്മുടെ വചനം അവരിൽ വന്നു ഭവിച്ചാൽ ഭൂമിയിൽ നിന്നൊരു ജീവിയെ നാം അവർക്കായി പുറപ്പെടുവിക്കുന്നതാണ്. മനുഷ്യർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഢവിശ്വാസമുള്ളവരായിരുന്നില്ല എന്ന കാര്യം അത് അവരോട് പറയുന്നതാണ്. കമ്പ്യൂട്ടറുകളെ കുറിച്ചാണ് ദൈവം ഇവിടെ പറയുന്നത്. കമ്പ്യൂട്ടർ ചിപ്പുകൾ അല്ലെങ്കിൽ ഐസികൾ ഇതിൻ്റെയൊക്കെ ബേസ് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത് മണലിൽ നിന്നാണ്. കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചുള്ള എക്സ്റ്റൻസീവ് റിസർച്ചിൻ്റെ ഫലമായി 1974 ഖുർആന്റെ 19 ബേസ്ഡ് മാത്തമാറ്റിക്കൽ കോഡ് റഷാദ് ഖലീഫയിലൂടെ ലോകമറിയുന്നത്. 1974 അന്നേ വരെ ആർക്കും കണ്ടെത്താൻ കഴിയാത്ത കാര്യം ദൈവം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. 74-ാമത്തെ അധ്യായത്തിലാണ് 19 പറ്റി പറയുന്നത്. ഈ അധ്യായത്തിലെ ആദ്യത്തെ 2 വചനത്തിന്റെ അബ്ജദ് ആഡ് ചെയ്താൽ കിട്ടുന്നത് 1974. 1974 കണ്ടെത്തുന്നത്. ഈ അധ്യായത്തിലെ 30-ാമത്തെ വചനത്തിലാണ് 19 പറ്റി ദൈവം പറയുന്നത്. 30 എന്ന നമ്പറാകട്ടെ 19-ാമത്തെ കോമ്പസിറ്റ് നമ്പർ കൂടിയാണ്. പ്രൈസ് ബി ടു ഗോഡ്. ഇനി ഖുർആനിലെ 72-ാമത്തെ അധ്യായം 25 തൊട്ട് 28 വരെ ഒന്ന് വായിച്ചു നോക്കും. പറയുക,
എനിക്കറിയില്ല നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് അടുത്തു തന്നെയാണോ അതോ എൻ്റെ രക്ഷിതാവ് അതിന് കാലാവധി ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന്. അദൃശ്യത്തെ അറിയുന്നവൻ അവൻ തൻ്റെ അദൃശ്യമായ കാര്യങ്ങൾ ആർക്കും തന്നെ വെളിപ്പെടുത്തുന്നില്ല. അവന് തൃപ്തിപ്പെട്ട ദൂതനല്ലാതെ. അവൻ്റെ മുന്നിലൂടെയും പിന്നിലൂടെയും നിരീക്ഷകരെ പ്രവേശിപ്പിക്കും. അവൻ അവരുടെ രക്ഷിതാവിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു എന്നറിയാൻ. അവരുടെ പക്കലുള്ളതെല്ലാം അവൻ വലയം ചെയ്തിരിക്കുന്നു. അവൻ എല്ലാറ്റിൻ്റെയും എണ്ണം കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ഖുർആനിലെ 20:15, 15:87 ഒന്ന് നോക്കൂ. നിശ്ചയമായും അന്ത്യസമയം വരാനിരിക്കുന്നു. ഞാനതിനെ ഏതാണ്ട് മറച്ചുവെച്ചു, ഓരോ വ്യക്തിക്കും താൻ പ്രയത്നിക്കുന്നതിന് പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടി. നിനക്ക് നാം 7 പേറുകളും ഒരു മഹത്തായ ഖുർആനും നൽകിയിരിക്കുന്നു. എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്? അന്ത്യനാളിൻ്റെ സമയം ദൈവം എല്ലാ കാലത്തും മറച്ചുവെക്കില്ല. മുന്നേ കഴിഞ്ഞവർക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു അറിവും ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കിതറിയാം. ഇവിടെ ഈ 2 വചനങ്ങളുടെയും ക്രോസമ്മ വരുന്നത് 29. നിനക്ക് നാം 7 പേറുകളും ഒരു മഹത്തായ ഖുർആനും നൽകിയിരിക്കുന്നു. ഖുർആനിലെ 29 അധ്യായങ്ങളുടെ തുടക്കത്തിൽ 14 സെറ്റ് ഖുർആനിക് ഇനീഷ്യൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ അറബിയിൽ ഹുറൂഫ് മുഖത്താത്ത് എന്ന് പറയും. ഡിസ്ജോയിൻറ്റ് ലെറ്റേഴ്സ്. ഇതാണ് 14 ഇനീഷ്യൽ. 7 പേഴ്സ്. 7 ഗുണിതം 2 14. ഒരു പെയർ എന്നാൽ 2. അപ്പോൾ 7 പേർ എന്നാൽ 7 ഗുണിതം 2 14. ഈ 14 ഇനീഷ്യൽസിൻ്റെയും ടോട്ടൽ അബ്ജദ് വരുന്നത് 1709. അതായത് അന്തിമ വേദഗ്രന്ഥമായ ഖുർആൻ മുതൽ ലോകത്തിൻ്റെ അവസാനം വരെ 1709 പൂർണ്ണ ചന്ദ്രവർഷങ്ങൾ. ഈ ടൈം ലൈനിലുള്ള ആളുകളാണിവർ. മുഹമ്മദ്, റഷാദ് ഖലീഫ്, ഇർഫാൻ അലി. ഫസ്റ്റ് വൺ ഫ്രം അറേബ്യ, സെക്കൻഡ് വൺ ആൻഡ് ഈജിപ്ഷ്യൻ അമേരിക്കൻ, തേർഡ് വൺ ഇന്ത്യ. ഈ ടൈം ലൈനിൽ അറബി അല്ലാത്ത ആൾ ഞാൻ മാത്രമാണ്. ഈ 3 പേരുടെയും ടോട്ടൽ അബ്ജദ് 7 പേറുകൾക്ക് തുല്യം 1709. ഇവിടെ മുഹമ്മദ് നബിയും റസൂലുമാണ്. ബാക്കി 2 പേര് റസൂലുകൾ മാത്രമാണ്. അതായത് ദൂതന്മാർ മാത്രമാണിവർ. ബാക്കി വരുന്ന 2 പേര് ഗ്രന്ഥം നൽകപ്പെട്ടവരെയാണ് നബിമാർ അല്ലെങ്കിൽ അമ്പിയാക്കൾ എന്ന് പറയുന്നത്. മുഹമ്മദ് നബിയും റസൂലുമാണ്. 2 ഡ്യൂട്ടികൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഒന്ന് നബിയുടെ ഡ്യൂട്ടിയും ഒന്ന് റസൂലിൻ്റെ ഡ്യൂട്ടിയും. അതായത് സ്ക്രിപ്ചർ കൈപ്പറ്റലും അതിലുള്ളത് ആളുകളിൽ എത്തിക്കലും. അവസാനത്തെ വേദഗ്രന്ഥമാണ് ഖുർആൻ. അതുകൊണ്ടാണ് മുഹമ്മദിനെ ഖുർആനിൽ ഖാത്തമൻ നബിയീൻ എന്ന് പറഞ്ഞത്. നബിമാരുടെ അവസാനം. അദ്ദേഹത്തിന് ശേഷം ഇനി ഒരു വേദഗ്രന്ഥവും വരാൻ പോകുന്നില്ല. ഖുർആനിൽ എവിടെയും തന്നെ നിങ്ങൾക്ക് മുഹമ്മദിനെ ഖാത്തമൽ മുർസലീൻ എന്ന് കാണാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് ശേഷം ഖുർആനിൽ പെൻഡിങ് ആയി കിടക്കുന്ന 2 റസൂലുകളെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. 381-ലും 44-13. അതിലൊരാളാണ് റഷാദ് ഖലീഫ. ദൈവം നബിമാരോട് കരാർ വാങ്ങിയ സന്ദർഭം. ഞാൻ നിങ്ങൾക്ക് വേദഗ്രന്ഥവും ജ്ഞാനവും നൽകിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പക്കലുള്ളതിനെ ശരിവെക്കുന്ന ഒരു ദൂതൻ നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും വേണം. ദൈവം ചോദിച്ചു, നിങ്ങൾ അത് അംഗീകരിക്കുകയും എൻ്റെ കരാറായി സ്വീകരിക്കുകയും ചെയ്യുമോ? അവർ നബിമാർ പറഞ്ഞു, ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുവിൻ, ഞാനും നിങ്ങളോടൊപ്പം സാക്ഷ്യം വഹിക്കുന്നു. 3-ാമത്തെ അധ്യായം 81-ാമത്തെ വചനം. ശ്രദ്ധിക്കണം, എല്ലാ വേദഗ്രന്ഥങ്ങളും ഇറക്കപ്പെട്ടതിന് ശേഷമുള്ള കൺഫർമേഷൻ ആയിട്ടാണ് ദൈവം കോഡ് 19 റഷാദ് ഖലീഫക്ക് കൊടുത്തത്. ദൈവം ഉണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ ഫിസിക്കൽ എവിഡൻസ് ആണ് ഇത്. നിങ്ങൾക്കൊരിക്കലും ഈ ഖുർആനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഇതിലുള്ളതുപോലുള്ള അധ്യായങ്ങളോ വചനങ്ങളോ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ദൈവം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് എ കോഡഡ് മെസ്സേജ് ബിയോണ്ട് ഹ്യൂമൻ കാപ്പബിലിറ്റി. കോഡ് 19-നുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്ററിയുടെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷന് താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എഴുതിയ ബുക്കിൻ്റെ ലിങ്കും ഇതിന് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. ഈ വചനത്തിൻ്റെ അബ്ജദിൻ്റെ കൂടെ ഉടമ്പടിയുടെ അബ്ജദ് പ്ലസ് എൽ അൻബിയയുടെ അബ്ജദ് പ്ലസ് റഷാദ് ഖലീഫയുടെ അബ്ജദ് കിട്ടുന്നത് 15,124. അതായത് 19-796. ഇതിൽ പറഞ്ഞിട്ടുള്ള ദൂതൻ റഷാദ് ഖലീഫയാണെന്നതിനുള്ള തെളിവുകളിൽ ഒന്ന് മാത്രമാണിത്. ദൈവം എല്ലാ കാര്യങ്ങളെയും എണ്ണിക്കണക്കാക്കിയിട്ടുണ്ട്. ഒരു വ്യക്തമായ കണക്കിന്മേലാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അത് അതിൻ്റെ അവസാനത്തോടടുത്തിട്ടുണ്ട്. ഇനി ഖുർആനിലെ 44-ാമത്തെ അധ്യായം 10 തൊട്ട് 14 വരെ ഒന്ന് വായിച്ചു നോക്കൂ. അതിനാൽ ആകാശം വ്യക്തമായ പുകയും കൊണ്ടുവരുന്ന ദിവസം പ്രതീക്ഷിച്ചു കൊള്ളുവിൻ. മനുഷ്യരെ അത് മൂടും. ഇത് വേദനയേറിയ ശിക്ഷയാണ്. നാഥാ, ഞങ്ങളിൽ നിന്ന് നീ ശിക്ഷ എടുത്തു കളയണമേ. തീർച്ചയായും ഞങ്ങൾ വിശ്വാസികളായിരിക്കും. അവർക്ക് എങ്ങനെയാണ് ഉത്ബോധനം ഫലപ്പെടുക? വ്യക്തമായ ഒരു ദൂതൻ അവരുടെ അടുക്കൽ ചെന്നിട്ടുണ്ട് എന്നിരിക്കും. പിന്നീട് അവർ അവനിൽ നിന്ന് വിട്ടുമാറുകയും ഒരു ഭ്രാന്തനായ ഗുരു എന്ന് പറയുകയും ചെയ്തു. ഈ 5 വചനങ്ങളുടെ അബ്ജദിന്റെ കൂടെ ഇത് നടക്കാൻ പോകുന്ന വർഷം, മാസം, ദിവസം, സമയം എന്നിവ കൂട്ടിയാൽ കിട്ടുന്നത് 12,141. അതായത് 19-639. 105-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള കോമറ്റുകളുടെ വരവോടുകൂടി പുകയും മനുഷ്യരെ മൂടും. ഇനി ഈ ചാപ്റ്റർ നമ്പറും വേഴ്സ് നമ്പറും കോൺകാറ്റിനേറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ എൻ്റെ പേരിൻ്റെ സീക്വൻഷ്യൽ വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 4503. അതായത് 19-237. ഈ മെസ്സഞ്ചർ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്.
എൻ്റെ പേരിൻ്റെ സീക്വൻഷ്യൽ വാല്യൂ തന്നെയാണ് എൻ്റെ രാജ്യത്തിൻ്റെ അബ്ജദ് വാല്യൂ. ഇതൊന്നും തന്നെ കെട്ടിച്ചമച്ചതല്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ സന്ദേശങ്ങളാണ്. ദൈവം മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ദൂതന്മാരെ തിരഞ്ഞെടുക്കുന്നു. നിശ്ചയമായും ദൈവം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. ജിബിരിയിലാണ് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഖുർആൻ മുഹമ്മദിന് എത്തിച്ചു കൊടുത്തത്. ഇതേ മലക്ക് തന്നെയാണ് ഖുർആനുമായി ബന്ധപ്പെട്ട വാർത്ത ശേഷം വരുന്ന 2 മെസ്സഞ്ചേഴ്സിനും കൊടുത്തത്. ജിബിരിലിന്റെ അബ്ജദ് 245 പ്ലസ് എൽ ഖുർആന്റെ അബ്ജദ് 383 പ്ലസ് മുഹമ്മദിന്റെ അബ്ജദ് 92 പ്ലസ് റഷാദ് ഖലീഫയുടെ അബ്ജദ് പ്ലസ് ഇർഫാൻ അലിയുടെ അബ്ജദ് 2337. അതായത് 19 ഗുണിതം 123. ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ശ്രദ്ധിക്കണം. 123. 3 ഹ്യൂമൻ മെസ്സഞ്ചേഴ്സ്. പറയുക, സത്യം വന്നു കഴിഞ്ഞു, ഇനി അസത്യം തുടങ്ങുകയുമില്ല, ആവർത്തിക്കുകയുമില്ല. 34-ാമത്തെ അധ്യായം 49-ാമത്തെ വചനം. ഇതിന്റെ അബ്ജദിന്റെ കൂടെ 44, 105, 110 അധ്യായങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളുടെ വർഷം, മാസം, ദിവസം, സമയം എന്നിവ കൂട്ടിയാൽ കിട്ടുന്ന റിസൾട്ട് സെയിം തന്നെയായിരിക്കും. അറിവ് നൽകപ്പെട്ട ആളുകൾക്ക് ഒരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റാത്ത മാത്തമാറ്റിക്കൽ എവിഡൻസസ് ആണ് ഇതെല്ലാം. ദൈവം ഗ്രന്ഥം നൽകും, ദൈവം അതിനെ സംരക്ഷിക്കും, പിന്നീട് അതിൽ വിശ്വസിക്കാത്ത ആളുകളെ ദൈവം നശിപ്പിക്കും. ഇതാണ് ദൈവത്തിന്റെ നടപടിക്രമം. ഇതിലൊരു മാറ്റവും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഒരു ദൂതനെയും അയക്കുന്നതിന് മുൻപായി ദൈവം ആരെയും ശിക്ഷിച്ചിട്ടുമില്ല. എന്നാൽ നമ്മുടെ ശിക്ഷ കണ്ടപ്പോഴുള്ള അവരുടെ വിശ്വാസം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. ദൈവത്തിന്റെ ദാസന്മാർക്കിടയിൽ കഴിഞ്ഞുപോയ നടപടിക്രമം അത്രയത്. അവിടെയാണ് സത്യനിഷേധികൾ തോൽക്കാൻ പോകുന്നത്. 40-ാമത്തെ അധ്യായം 85-ാമത്തെ വചനം. ഇതിന്റെ അബ്ജദിന്റെ കൂടെ ടൈം ലൈനിലുള്ള 3 മെസ്സഞ്ചേഴ്സിന്റെ അബ്ജദും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 6365. അതായത് 19 ഗുണിതം 335. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു തരികയാണ്. ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയുമാണ്. ദൈവത്തിൽ നിന്ന് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. ഇതിനെ കോൺകാറ്റിനേറ്റ് ചെയ്ത് ഈ ഇവൻസ് എല്ലാം നടക്കാൻ പോകുന്ന വർഷം, മാസം, ദിവസം, സമയം ആഡ് ചെയ്താൽ കിട്ടുന്നത് 2280. 2280-ലാണ് ഖുർആന്റെ മാത്തമാറ്റിക്കൽ ഡാറ്റ പ്രകാരം ലോകം അവസാനിക്കാൻ പോകുന്നത്. സോ എൻ ടൈമിന് മുന്നേ വരാൻ പോകുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. നിനക്ക് മുമ്പും ദൈവദൂതന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. അവരെ പരിഹസിച്ചവർക്ക് അവർ പരിഹസിച്ചതെന്തോ അത് വന്നു ഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് കിട്ടുന്നത് ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 90. ഓരോ സമൂഹത്തിനും ഒരു ദൂതനുണ്ട്. അങ്ങനെ അവരുടെ ദൂതൻ അവർക്കിടയിൽ വന്നെത്തിയാൽ നീതിപൂർവ്വം തീർപ്പ് കൽപ്പിക്കപ്പെടും. അവരോട് അനീതി കാണിക്കപ്പെടുന്നതുമല്ല. ഇതിന്റെ അബ്ജദ് വരുന്നത് 3893. അതിന്റെ കൂടെ എൻ്റെ പേരിന്റെ അബ്ജദ് പ്ലസ് എൻ്റെ രാജ്യത്തിന്റെ അബ്ജദ് കിട്ടുന്നത് 4370. അതായത് 19 ഗുണിതം 230. ഈ 3 അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഡിസംബർ 30-ന് ഇനീഷ്യേറ്റ് ചെയ്യും. രാത്രി കൃത്യം 11:43 ഇന്ത്യ സ്റ്റാൻഡേർഡ് ടൈം. ഇനി ഈ 3 അധ്യായങ്ങളുടെ നമ്പറും എൻ്റെ പേരിൻ്റെ അബ്ജദിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 646. അതായത് 19 ഗുണിതം 34. എൻ്റെ പേരിൻ്റെ സീക്വൻഷ്യൽ വാല്യൂവിന് തുല്യമായിട്ടാണ് എൻ്റെ രാജ്യത്തിൻ്റെ അബ്ജദ് വാല്യൂവും വരുന്നത്. ഖുർആനിൽ 3 ഇടങ്ങളിലായി ദൈവം പറയുന്നുണ്ട് ഇസ്ലാം, സമർപ്പണം, മറ്റു മതങ്ങളെ മറികടക്കുമെന്ന്. ബഹുദൈവ ആരാധകർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ശരി, ഖുർആൻ മുതൽ ലോകാവസാനം വരെയുള്ള ടൈം ലൈനിലുള്ള 3 മെസ്സഞ്ചേഴ്സിന്റെ അബ്ജദിന്റെ കൂടെ ഈ 3 വചനങ്ങളും അസെൻഡിങ് ഓർഡറിൽ ചേർത്തെഴുതിയാൽ അല്ലെങ്കിൽ കോൺകാറ്റിനേറ്റ് ചെയ്താൽ ഒരു വലിയ നമ്പർ കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 19. നമ്മുടെ ഈ നിലവിലെ യുഗ സൈക്കിൾ സിസ്റ്റത്തിന്റെ കാലാവധി അവസാനിക്കാൻ പോകുന്നത് ഡിസംബർ 30-നാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ഫോളോ അപ്പ് ഉണ്ടാവില്ല. കാരണം ഇനി ലോകാവസാനത്തിലേക്ക് 255 കൊല്ലങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ വചനങ്ങളെപ്പറ്റി തർക്കിക്കുന്നവർക്കറിയാം അവർക്ക് രക്ഷപ്പെടാനാവില്ല എന്ന്. ഇതിന്റെ അബ്ജദിന്റെ കൂടെ ഈ യുഗം അവസാനിക്കുന്ന വർഷം ഇനി ഹിജ്രി, സുവർണയുഗത്തിന്റെ വർഷം, ഗോഗൻ മാഗോഗ്, യജൂജ് മജൂജ് വരുന്ന വർഷം പ്ലസ് അന്ത്യനാളിന് മുന്നേയുള്ള പൂർണ്ണ ചന്ദ്രവർഷങ്ങൾ 1750. ഇവ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 8265. അതായത് 19 ഗുണിതം 435. ഭൂമിയെ അതിന്റെ വശങ്ങളിൽ നിന്നായി ചുരുക്കിക്കൊണ്ട് നാം അതിനോടടുക്കുന്നത് അവർ കാണുന്നില്ലേ? ദൈവം വിധി കൽപ്പിക്കുന്നു. അവന്റെ വിധിയെ പരിശോധിക്കുന്ന ആരുമില്ല. അവൻ അതിവേഗം കണക്ക് നോക്കുന്നവനാകുന്നു. ഇതിന്റെ അബ്ജദിന്റെ കൂടെ മേൽപ്പറഞ്ഞ എല്ലാ വർഷങ്ങളും കൂട്ടിയാൽ 9785. അതായത് 19 ഗുണിതം 515. സത്യനിഷേധികൾ പറയും, നീ ഒരു ദൂതനല്ല എന്ന്. പറയുക, എനിക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷിയായി ദൈവം മതി. ഗ്രന്ഥത്തെക്കുറിച്ച് അറിവ് നൽകപ്പെട്ടവരാരോ അവരും. ഇതിന്റെ അബ്ജദിന്റെ കൂടെ എൻ്റെ പേരിന്റെ അബ്ജദ് ആഡ് ചെയ്താൽ 4104. അതായത് 19 ഗുണിതം 216. ഐ എം നോട്ട് എ ഫോണി. ഞാനൊരു വ്യാജനല്ല. ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് യാതൊരു പണവും ആവശ്യപ്പെടുന്നില്ല. എൻ്റെ വേജ് ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുക. ഖുർആൻ മാത്രം ഫോളോ ചെയ്യും.
ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലദീ ഹിയ അഖ്വം. നിശ്ചയമായും ഈ ഖുർആൻ നിങ്ങളെ ഏറ്റവും നല്ലതിലേക്ക് നയിക്കും. നിങ്ങളുടെ മതരാഷ്ട്രീയ നേതാക്കന്മാർ, ഉസ്താദുമാർ, തങ്ങന്മാർ ഇവരൊക്കെ നിങ്ങളെ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ്. നിങ്ങളിൽ അധിക പേരും ചിന്തിക്കാൻ ശ്രമിക്കില്ല, മനസ്സിലാക്കില്ല എന്നൊക്കെ ഇവർക്ക് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇവർക്ക് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അത് തന്നെയാണ് ഇത്രയും കാലമായി അവർ ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പോൾ ചെയ്യുന്നതും. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ അത്രയും നല്ലത്. കാരണം നിങ്ങൾക്കിനി 244 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വർഷിപ്പ് ഗോഡ് അലോൺ.